പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണല്ലോ നമ്മോട് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് ശക്തിയുടെ ആത്മാവാണ്. ശക്തിയുടെ ആത്മാവ്. എങ്ങനെയാണ് ആ ശക്തിയുടെ ആത്മാവ് നമ്മളിലേക്ക് വരുന്നത്? ശക്തിയുടെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തിമോത്തിക്ക് എഴുതിയ ലേഖനം 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീകവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ശക്തിയുടെ ആത്മാവ്. ഒരു മനുഷ്യനെന്ന് ശക്തിയില്ല. പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് കേൾക്കുമ്പോൾ പോലും തളർന്നു പോകുന്ന മനുഷ്യരുണ്ട്. പ്രതികൂലമായ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നു കഴിയുമ്പോൾ നിരാശയിലേക്ക് പോയി തളർന്നു പോകുന്നവർ ധാരാളമുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് തിമോത്തിയോട് പറഞ്ഞത്, തിമോത്തിയോസേ, നീ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് നീ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിനക്ക് മാറ്റി നിർത്തലുകളുണ്ടാകും, ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാകും, നിന്നെ കൂക്കി വിളിക്കും, നിന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴെല്ലാം നിനക്കൊരു ശക്തി, പവർ, ആത്മാവിൻ്റെ ശക്തി, ചൈതന്യം നിൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിനക്ക് ദൈവം നൽകിയിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെയാണ്. ആ ശക്തിയുടെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ വചനം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ശക്തിയുടെ ആത്മാവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പഴയ നിയമ കാലഘട്ടങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, പുതിയ നിയമ കാലഘട്ടത്തിലെ രക്ഷാകര ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം തിമോത്തിയോസിനോട് പൗലോസ്ലീഹ ഈ വചനം പറയുന്നുവെങ്കിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപ് ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ച മോശയുണ്ട്, അഹ്റോനുണ്ട്, അതുപോലെ തന്നെ പ്രവാചകന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. ഇങ്ങനെ അനേകം വ്യക്തികളെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം കൊടുത്തത് ശക്തിയുടെ ആത്മാവിനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ ശക്തിയുടെ ആത്മാവിനെ ദൈവം സ്ഥിരമായിട്ട് പഴയ നിയമ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നില്ല. ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഓരോ മനുഷ്യനിൽ വന്ന് വാസമുറപ്പിക്കുകയും ദൈവികമായ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ആ ദൈവം തൻ്റെ ആത്മാവിനെ ആ വ്യക്തികളിൽ നിന്നും പിൻവലിക്കുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, 13-ാം അധ്യായം വായിച്ചാൽ അവിടെ വലിയൊരു പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ന്യായാധിപനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി പറയുന്നത് 13-ാം അധ്യായത്തിൽ സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ സാംസൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ കുറെ ശക്തിയുള്ള മനുഷ്യനായിട്ട് ശക്തി ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ സാംസണെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ജനിപ്പിക്കുന്നതിന് മുമ്പ്, സാംസണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സാംസന്റെ മാതാപിതാക്കളോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നും ഒക്കെയുള്ള കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ സാംസന്റെ അമ്മയോട് പറയുന്നുണ്ട്, മക്കളില്ലാതിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോട് ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയക്കുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സമീപത്തേക്ക് ദൈവം ദൂതനെ അയച്ചതുപോലെ സാംസന്റെ അമ്മയുടെ അടുത്തേക്കും ഒരു ദൂതനെ അയക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഈ സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വന്ധ്യയാണ്, നീ സൂക്ഷിക്കണം. നീ വന്ധ്യയാണ്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം.
അതുപോലെ തന്നെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 3, 4, 5 തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ സംഭവം. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് മക്കളില്ല. ദൈവത്തിൻ്റെ ദൂതനാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മറിയത്തോട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ദൈവത്തിൻ്റെ ദൂതനിലൂടെ ദൈവം സംസാരിച്ചുവെങ്കിൽ ഇതാ പഴയ നിയമ കാലഘട്ടത്തിലും സാംസൺ എന്ന് പറഞ്ഞൊരു ന്യായാധിപനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ജനിക്കുന്നതിന് മുമ്പേ അവന് ജനിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, അല്ലയോ സ്ത്രീയെ, നീ വന്ധ്യയാണ്, നീ വന്ധ്യയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. 3-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കണ്ടോ, ദൈവത്തിൻ്റെ ദൂതൻ ഒന്ന് പറയുന്നു, നേരിട്ട് മുഖാമുഖം പറയുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പറഞ്ഞു, മറിയത്തിൻ്റെ ജീവിതത്തിൽ മുഖാമുഖം പറയുന്നു. ഇവിടെ സാംസന്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നതും അത് തന്നെയാണ്, മുഖാമുഖം നേരിട്ടാണ് പറയുന്നത്. നീ വന്ധ്യയാണ്, നീ സൂക്ഷിക്കണം. ഇന്ന് തിരുസഭയിലെ ഓരോ വ്യക്തികളുടെയും പെൺകുട്ടികളുടെയും എല്ലാം വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്ധ്യ എന്ന് പറഞ്ഞില്ലെങ്കിലും അവളോടും പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം. മാതാപിതാക്കൾ പഴയ കാലഘട്ടങ്ങളിലുള്ള അമ്മച്ചിമാർ പെൺപിള്ളേരോട് പറഞ്ഞു കൊടുത്ത എടി മോളെ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്നറിയില്ല. എടി പെണ്ണെ നീ സൂക്ഷിക്കണം, നിന്റെ തിളപ്പൊക്കെ ഒന്ന് കുറച്ച് നീ മാന്യമര്യാദയ്ക്കൊക്കെ നടക്കണം, നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് പഴയ കാരണന്മാർ പറയുമായിരുന്നു. ഒരുപക്ഷെ ഈ ദൂതൻ പറഞ്ഞത് കേട്ടുള്ള ആ അനുഭവത്തിൽ നിന്നായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? നമുക്കതേക്കുറിച്ചും ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തിയാണ് ആവശ്യം. ഈ ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, കൂദാശകളിലൂടെ ഞങ്ങളിൽ വന്ന് വാസമർപ്പിച്ച പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.